അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 2:17 കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവർ അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കും. ഹൃദയം എപ്പോഴും സ്നേഹത്തിൻ്റെ സിംബോളിക് ഓർഗനായിട്ടാണ് പറയുകയും വരയ്ക്കുകയും ചെയ്യുക. ഹൃദയം എപ്പോഴും സ്നേഹപ്രതീകമാണ്. സൃഷ്ടിയിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി 1:26 പറയുന്നത് പോലെ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന വചനത്തിൽ ഈ ലൈക്ക്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഈ ഛായ, സാദൃശ്യം എന്ന് പറയുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ മുഖം മനുഷ്യൻ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് പുരികം, മൂക്ക്, കണ്ണ്, മീശ, ചുണ്ട്, പല്ല്, താടി, ഇതൊന്നുമല്ല. ഇതിൻ്റെ വിന്യാസമല്ല. മുഖഛായ ദൈവത്തിന് നൽകപ്പെട്ടു എന്ന് പറയുന്നത് അത് സ്നേഹഛായയാണ്. അപ്പോൾ ഹൃദയം ഒരുക്കി വയ്ക്കാൻ കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് സാധിക്കുക. എന്തിനാണ് ഹൃദയം ഒരുക്കി വയ്ക്കുക? സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, മറ്റുള്ളവരുടെ കുറവുകളെ, മറ്റുള്ളവരുടെ ഏങ്ങലടികളെ, മറ്റുള്ളവരുടെ വിങ്ങലുകളെ, മറ്റുള്ളവരുടെ ഉരുക്കങ്ങളെ തിരിച്ചറിയുന്ന ഒരു സ്പർശ്യ മൃദുലതയുള്ള ഹൃദയമുണ്ടായിരിക്കുക. അത് ഒരുക്കി വയ്ക്കണം നമ്മൾ. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഹൃദയം ഒരുക്കി വയ്ക്കും, മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞിരിക്കും. കഴിഞ്ഞില്ല, അവർ കർത്താവിൻ്റെ മുൻപിൽ അവർ വിനീതരായിരിക്കും. എളിമയോടുകൂടി ഈ ദൈവസ്നേഹത്തിൻ്റെ മുഖം പേറുന്നവർ, ദൈവസ്നേഹത്തിൻ്റെ അകമുള്ളവർ, ദൈവസ്നേഹത്തിൻ്റെ ഛായയുള്ളവർ വിനീതമായ ഭാവമുണ്ടായിരിക്കും. ആരെയും എന്തു അപകടത്തിലും, ആരെയും എന്തു പ്രതിസന്ധിയിലും, ആരെയും എന്തു ദുഃഖത്തിലും അവരുടെ ഞെരുക്കങ്ങളിൽ സ്നേഹിക്കാൻ അറിയാൻ തുറന്നിരിക്കുന്ന ഹൃദയത്തോടെ എളിമയോടെ സമീപിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.